ഇറാൻ യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് ഒരു മാസമാകുന്നു. ആക്രമണവും പ്രത്യാക്രമണവുമായി അമേരിക്ക, ഇസ്രായേൽ സംയുക്ത സേനയും ഇറാനും മുൻപോട്ട് പോയപ്പോൾ സമാധാനം അകലെ എന്ന സന്ദേശമാണ് ലോകത്തിന് കിട്ടിയത്. സ്വയം ന്യായീകരിക്കുന്ന കാരണങ്ങളാൽ ഭാഗികമായെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവാങ്ങിയെന്ന് പറയാം. പക്ഷേ അത് കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിനെടുക്കുന്ന സമയമാണോ എന്ന സംശയം പലർക്കുമുണ്ട്. യുദ്ധം നീണ്ടുപോകുന്നതിൽ അതൃപ്തനായ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് രൂക്ഷമായി സംസാരിച്ചതായുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. യുദ്ധം വേഗത്തിൽ നിർത്താനാകുമെന്ന് പറഞ്ഞാണ് നെതന്യാഹു അമേരിക്കയെ സംഘർഷത്തിലേക്ക് വലിച്ചിട്ടത് എന്ന ആരോപണവും വാൻസ് ഉന്നയിച്ചുവെന്ന് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ വൻ മിസൈൽ ആക്രമണം നടന്നത്. ഊർജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ല എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറപ്പ് ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഈ നീക്കം നടത്തിയത്. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രമായ അരക് ഉൾപ്പെടെയുള്ള 2 ആണവ നിലയങ്ങൾക്കും 2 വൻകിട സ്റ്റീൽ പ്ലാന്റുകൾക്കും നേരെയാണ് ആക്രമണമുണ്ടായത്. ഇനി ഇത് അമേരിക്ക അറിഞ്ഞുകൊണ്ടുള്ള നീക്കമാണോ എന്ന് വ്യക്തതയില്ല. ഇറാന്റെ ഊർജ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് ഏപ്രിൽ 6 വരെ നീട്ടിവെക്കുമെന്നാണ് ട്രംപ് ഉറപ്പ് നൽകിയത്. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത് എന്നതും ശ്രദ്ധേയം. ഇസ്രായേലിന്റെ ഈ നീക്കം ഈ മേഖലയിൽ പൂർണ്ണ യുദ്ധത്തിന് വഴി തുറക്കുമോ എന്ന ഭീതിയിലാണ് ലോകം. താൽക്കാലിക യുദ്ധവിരാമം എന്നത് വെറും കെട്ടുകഥയാണ് എന്നും ട്രംപിന്റെ ഉറപ്പ് പാലിക്കപ്പെടാനുള്ളതല്ല എന്നുമുള്ള സംശയത്തിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അരാക്ചി വ്യക്തമാക്കിയിട്ടുമുണ്ട്. സൗദിയിലെ അമേരിക്കൻ കേന്ദ്രമായ പ്രിൻസ് സുൽത്താൻ എയർബേസും ടാങ്കർ വിമാനങ്ങളും ഇറാൻ ലക്ഷ്യമിടുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ അബുദാബിയിലെ കെസാദ് വ്യവസായ മേഖലയ്ക്ക് സമീപം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 വൻ തീപിടുത്തവുമുണ്ടായി. UAEയുടെ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകൾ തകർത്തുവെങ്കിലും അവയുടെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. ആക്രമണത്തിൽ 5 ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സമാധാന ചർച്ചകൾക്ക് വേഗം കൈവരിക്കുന്നതിന്റെ ഭാഗമായാണ് താൽക്കാലിക വെടിനിർത്തൽ അഥവാ ഊർജ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത്. എന്നാൽ ട്രംപ് അവകാശപ്പെടുന്ന സമാധാന ശ്രമങ്ങൾക്ക് അവരുടെ സഖ്യകക്ഷിയായ ഇസ്രായേൽ തന്നെയാണ് തുരങ്കം വെക്കുന്നത്. ആണവ കേന്ദ്രം ആക്രമിച്ചതിനെ തുടർന്ന് ആണവ വികിരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇപ്പോഴും ഉറപ്പില്ല. അങ്ങനെ വന്നാൽ അത് വലിയ പ്രതിസന്ധിയായിരിക്കും ഉണ്ടാക്കുക. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അതുണ്ടാക്കും. ആണവ വികിരണം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അത്ര വേഗം പരിഹരിക്കാവുന്നതുമല്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ നടത്തിയ ആണവ കേന്ദ്രം ആക്രമണത്തെ അത്രമേൽ ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. ഇറാന്റെ ആണവായുധ നിർമ്മാണ പദ്ധതികളിൽ നിർണായക പങ്കുവഹിക്കുന്നതാണ് അരക് ഷാഹിദ് ഗൊണ്ടാബ് ഹെവി വാട്ടർ കോംപ്ലക്സ് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ആണവായുധങ്ങൾക്ക് ആവശ്യമായ പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമാണ് അരക്കിലെ പ്ലാന്റ് എന്നും ഇസ്രായേൽ സൈന്യം ആരോപിക്കുന്നു. അതുകൊണ്ടാണ് അരക് ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടത് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ അവകാശവാദം. തങ്ങൾ ആണവായുധം നിർമ്മിക്കുന്നില്ല എന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിനിടയിൽ തന്നെയാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണ നടപടി എന്നതും ശ്രദ്ധേയമാണ്. ഈ സാഹചര്യത്തിൽ ഇറാൻ എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക എന്നാണ് ലോകം ആശങ്കയോടെ നോക്കിക്കാണുന്നത്. അതിനിടെ ഇസ്രായേലുമായും ഇറാനുമായും നല്ല ബന്ധമുള്ള ഇന്ത്യ സമാധാന ചർച്ചകൾക്ക് മുൻകൈയെടുക്കണമെന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ആവശ്യം വീണ്ടും ഉയർന്നുവെങ്കിലും ഇന്ത്യ മൗനം പാലിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ തയ്യാർ എന്ന് പാകിസ്ഥാൻ ഇരു കൂട്ടരെയും നേരത്തെ അറിയിച്ചത്. ട്രംപുമായി നിലവിൽ നല്ല ബന്ധമാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിലെ ഉന്നതർക്ക്. ഇറാന്റെ ശത്രുവല്ല എന്നതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ആരുടെയും ചിന്തയിൽ പോലും ഉദിക്കാത്ത ഓഫർ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചത്. എന്നാൽ പാകിസ്ഥാന്റേത് ഡബിൾ ഗെയിം എന്ന വിലയിരുത്തലുണ്ട്. മധ്യസ്ഥതാ വാഗ്ദാനത്തിൽ ഇറാന് സംശയവും അതൃപ്തിയുമുണ്ട് എന്നാണ് ഉന്നത ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനയെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ പാകിസ്ഥാൻ നടത്തിയ ഏറ്റവും പുതിയ നീക്കം ഇറാനിൽ രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. നിലവിലെ തർക്കത്തിലെ നിർണായക ഘട്ടത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായ കണക്കുകൂട്ടലുകളുള്ള ഡബിൾ ഗെയിമിന്റെ ഭാഗമായി ഇറാൻ വിലയിരുത്തുന്നതായി ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഹോർമൂസ് വഴിയുള്ള എണ്ണക്കപ്പലുകളുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾക്ക് ശേഷം പാകിസ്ഥാന്റെ യഥാർത്ഥ കൂറിൽ ഇറാന് സംശയമുണ്ട്. നിലവിലെ പിരിമുറുക്കങ്ങൾക്കിടയിലും കടൽ മാർഗമുള്ള നിയന്ത്രണം കർശനമാക്കിയെങ്കിലും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള സൗഹൃദ രാഷ്ട്രങ്ങളുടെ കപ്പലുകൾക്ക് ഇറാൻ പരിമിതമായ പ്രവേശനം അനുവദിച്ചിരുന്നു. പാക് പതാക വഹിക്കുന്ന 10 കപ്പലുകൾക്ക് ഇതിന്റെ ഭാഗമായി സഞ്ചരിക്കാൻ അനുമതി നൽകിയിരുന്നു. ചൈനീസ് വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയെന്നും ഈ മാസം അവസാനത്തോടെ സമാധാന കരാറിലേക്ക് എത്താൻ കഴിയുമെന്നും
പാക് വിദേശകാര്യമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ പ്രവേശനം അനുവദിച്ച കപ്പലുകൾ യുഎസിന് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കുകയോ ഏകോപിപ്പിക്കുകയോ ചെയ്തു എന്നതാണ് ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. നയതന്ത്ര മാർഗങ്ങൾ നിലനിർത്താനുള്ള ഇറാന്റെ സന്നദ്ധതയെ സൂചിപ്പിച്ച് 10 കപ്പലുകൾക്ക് ഹോർമൂസ് കടന്നുപോകാൻ അനുമതി ലഭിച്ചുവെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. സുഹൃത്ത് രാജ്യത്തിന് നൽകിയ സഹായത്തെ പാകിസ്ഥാൻ ശത്രു രാജ്യത്തെ പരോക്ഷമായി സഹായിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെന്നാണ് ഇറാൻ വിലയിരുത്തിയത്. പാകിസ്ഥാന്റെ ഈ പെരുമാറ്റത്തെ ബോധപൂർവമായ കപടതയായി ഇറാൻ വിലയിരുത്തുന്നുമുണ്ട്. ഇറാനുമായുള്ള തന്ത്രപ്രധാനമായ ബന്ധം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ US ലക്ഷ്യങ്ങളെ സഹായിക്കാനുള്ള ഒരു ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. ഈ വിലയിരുത്തൽ പ്രകാരം പാകിസ്ഥാന്റെ മധ്യസ്ഥതാ വാഗ്ദാനം നിഷ്പക്ഷതയല്ല, ഒരു തന്ത്രപരമായ കവചമാണ് എന്ന് ഇറാൻ വിശ്വസിക്കുന്നു. ഇരുപക്ഷത്തു നിന്നും പ്രയോജനം നേടാനുള്ള ലക്ഷ്യത്തോടെയുള്ളതാണ് നീക്കമെന്നും ഇറാൻ കരുതുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ പൂർണ്ണ നിയന്ത്രണമുള്ള ഇറാൻ ചില മുന്നറിയിപ്പുകൾ കൂടി ലോകത്തിന് നൽകുന്നുണ്ട്. കടലിടുക്ക് അടച്ചതായും അനുമതിയില്ലാതെ കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് പറയുന്നു. ശത്രുക്കളായ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും പിന്തുണയ്ക്കുന്നവരുടെയും കപ്പലുകൾക്ക് ഹോർമൂസ് വഴിയുള്ള ഗതാഗതം നിരോധിച്ചതായി IRGC വ്യക്തമാക്കി. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച 3 കണ്ടെയ്നർ കപ്പലുകളെ ഇറാൻ തിരിച്ചയച്ചു. കരയുദ്ധത്തിന് ഒരുങ്ങുന്നതിന്റെ ഭാഗമായി പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരിഗണിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് IRGC ഹോർമൂസിൽ നിയന്ത്രണം കടുപ്പിക്കാൻ തീരുമാനിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇറാന്റെ ഊർജ്ജ ഉൽപാദന കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് 10 ദിവസം കൂടി നീട്ടിയെന്ന് ട്രംപ് അറിയിച്ചിരുന്നതാണ്. ആഴ്ചകളായി മുടങ്ങിക്കിടക്കുന്ന ഹോർമൂസ് ചരക്ക് കടത്ത് പുനഃസ്ഥാപിക്കാനായി അമേരിക്ക നടത്തുന്ന നീക്കങ്ങളെ അതേ നാണയത്തിൽ തന്നെ നേരിടാനാണ് ഇറാന്റെ തയ്യാറെടുപ്പ്. ഇറാന്റെ എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർക്ക് ദ്വീപ് പിടിച്ചെടുക്കാനും അമേരിക്ക ലക്ഷ്യമിടുന്നതായി സൂചനയുണ്ട്. അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇടങ്ങളിൽ നിന്ന് ജനം എത്രയും വേഗം മാറി താമസിക്കണമെന്നും IRGC മുന്നറിയിപ്പ് നൽകി. കരയുദ്ധമാണോ യുദ്ധവിരാമമാണോ US-ന്റെ മനസ്സിലെന്ന് വ്യക്തമാകാത്ത വിധം നിഗൂഢ നീക്കങ്ങളുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടു പോകുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം 28 ദിവസം പിന്നിടവേ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈനികരെ എത്തിച്ചുകൊണ്ടിരിക്കുകയുമാണ്. വെടിനിർത്തൽ നീട്ടി സമാധാന ചർച്ചകൾ സജീവമാകുന്നതിനിടയിലാണ് സമാന്തരമായുള്ള ഈ ഒരു സൈനിക നീക്കം. US-ന്റെ നീക്കം മുൻകൂട്ടി കണ്ട് ഇറാനും ജാഗ്രതയിലാണ്. മറുതന്ത്രം എന്ന നിലയിൽ ഹോർമൂസിൽ ഇനി ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾ പ്രവേശിപ്പിക്കില്ല എന്നാണ് ഇറാന്റെ നിലപാട്. അതേസമയം ഈ മേഖലയിൽ ആക്രമണ പ്രത്യാക്രമണങ്ങളും ശക്തമായി തുടരുകയാണ്. ഇറാനിലും ലെബനനിലുമായി 24 മണിക്കൂറിനിടെ 80-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ഇറാനുമായി സമാധാന ചർച്ച നല്ല നിലയിൽ തുടരുന്ന സാഹചര്യത്തിൽ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള വെടിനിർത്തൽ 10 ദിവസം കൂടി നീട്ടുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ട്രൂത്തിൽ കുറിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഇന്നലെ ഇറാനിൽ കയറി ആക്രമണം നടത്തിയത്.